ഹലോ, ഇത് കരേൻ ഹബിൻ്റെ തേർഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പച്ച ഇലകളുടെ ചോട്ടിൽ വെച്ചാണ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ നിർത്തിയത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കയറി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ലൈറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ തന്നെയും രാത്രി കാണാനായിരിക്കും ഭംഗി കൂടുതലുണ്ടാവുക. അപ്പോൾ പൊഞ്ചിയുടെ കണ്ണ് മുഴുവൻ അവിടെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റും, പിന്നെ കയറി കിടന്നിങ്ങനെ ചാടാൻ പറ്റും, ബൗൺസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, ഇന്ന് എന്തായാലും പിള്ളേർ എത്ര രൂപ മുടക്കിയിട്ടാണെങ്കിലും അതിനകത്ത് കയറുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡ് കോർട്ടിൻ്റെ അകത്തോടെയാണ് നടക്കുന്നത്. അപ്പോൾ പൊഞ്ചി പറയുകയാണ്, പൊഞ്ചി ഹംഗ്രി അല്ല എന്ന് പറയുകയാണ് കേട്ടോ. സത്യത്തിൽ പൊഞ്ചി ഹംഗ്രി ആണെങ്കിൽ പോലും ഇപ്പോൾ ഹംഗ്രി അല്ലെന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പൊഞ്ചിക്ക് കളിക്കാൻ പോകണം, അതിന് വേണ്ടിയിട്ട്. എന്തായാലും ഞങ്ങൾ അവിടെ നടന്നെത്തി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വില ചോദിച്ചു കേട്ടോ. അപ്പോൾ 300 ഷില്ലിങ്സാണ് പറഞ്ഞത്. എന്നിട്ട് പൊഞ്ചിക്ക് അതിനകത്തോട്ട് കയറണം. പക്ഷേ അതിനകത്ത് മുഴുവൻ പിള്ളേരാണ് കേട്ടോ. അതും വലിയ വലിയ പിള്ളേർ. കയറി കിടന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊഞ്ചിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റും. എന്നിട്ട് ഞാൻ പറഞ്ഞു, കയറണ്ട, വല്ല ചവിട്ടും കിട്ടുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവൾക്ക് അതിൽ തന്നെ കയറണം. നമ്മൾ പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലില്ലേ, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന്. അതുപോലെ തന്നെ കേട്ടോ അവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ നോക്കും അവൾ എവിടെയാണ്, കാണാനൊന്നും പറ്റണില്ല കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കി എവിടെ ഇവളീ നിൽക്കണേന്ന് കേട്ടോ. പക്ഷേ ഈ ചാടുന്ന കൂട്ടത്തിലൊന്നുമില്ല. പേടിച്ച് മാറി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രമാത്രം കിടന്ന് പിള്ളേർ ചാടുവാണ്. എന്നിട്ട് ഞാൻ പിന്നെ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കി കേട്ടോ. അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവളവിടെ ഒതുങ്ങി നിൽപ്പണ്ടേ. എന്താണെന്ന് പറഞ്ഞാൽ അവൾക്ക് പേടിയാണ്. ചവിട്ട് കിട്ടിയെന്ന് തോന്നുന്നു, ഒരു ചവിട്ട് കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ ഒതുങ്ങി നിൽക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് പോലും അതിനകത്ത് നിന്നില്ല കേട്ടോ, ഇറങ്ങിപ്പോന്നു. മനുവേട്ടനാണെങ്കിൽ അവളെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനുവേട്ടൻ പറയുകയാണ്, അതിനകത്ത് നിൽക്കണ്ട, ഇറങ്ങിപ്പോരെ, കുഴപ്പമില്ല, കാശ് പോയതൊന്നും കുഴപ്പമില്ല, ഇറങ്ങിപ്പോരെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോരും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് വീർപ്പിച്ച് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാശ് കിട്ടുന്ന ഒരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ചുമ്മാ കാശ് കളഞ്ഞുകൊണ്ട് ഇനി ഒന്നിലും കയറണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണ് മുഴുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിസോയിൽ കയറണം എന്നുള്ള ലക്ഷ്യത്തിലാണുള്ളത്. കാരണം മിനിസോ ഞാൻ പണ്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 4 വർഷത്തിന് മുമ്പ് വന്നപ്പോഴത്തേക്കും നല്ല വിലക്കുറവുണ്ടായിരുന്നു. ജപ്പാൻ പ്രൊഡക്ട്സാണ് അതിനകത്ത് ഫുള്ള് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. ഇവിടെ ഒരു ബേബി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ എന്തിനാണെങ്കിലും ഭയങ്കര കാശാണ് കേട്ടോ. ഭയങ്കര കാശ്, ഒന്നിലും തൊടാൻ പാടില്ലാത്തത്ര കാശാണ്. ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ. ആ ബസ്സിൽ കയറുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ലാഭമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇതെല്ലാം തന്നെ രാത്രി കാണാനായിരിക്കും കേട്ടോ ഭംഗി. കണ്ടോ, ഈ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലേ. പിന്നെ ആ ബസ് അങ്ങനെ പോവുക കേട്ടോ. ആ ബസ്സിൽ കയറുന്ന രൂപ എത്രയാണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ എത്ര രൂപയാവുമെന്ന്. പിന്നെ ഈ ബൈക്കും കാറിലൊന്നും കയറ്റേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഓൾറെഡി ഇവൾക്കൊരു കാറ് മേടിച്ചിട്ടിട്ടുണ്ട്. അവൾ ആ കാറ് യൂസ് ചെയ്യാറില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പുറത്ത് വരുമ്പോഴത്തേക്ക് ആ കാറിൽ കയറ്റുന്നത്.